അതിക്രൂരമായി പാക്കിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയുള്ള പാകിസ്ഥാൻ സൈനികനടക്കമുള്ളവർ ഭാരതത്തിന്റെ മണ്ണിൽ നമ്മുടെ സഹോദരിമാരെ വിധവകളാക്കിക്കൊണ്ട് അവരുടെ സീമന്ത രേഖകളിൽ ചാർത്തിയ സിന്ദൂരം മായ്ച്ചുകൊണ്ട് ഒരു വലിയ കലാപം സൃഷ്ടിക്കാൻ, വർഗീയ വിദ്വേഷമുണ്ടാക്കാൻ, മതം നോക്കി പേര് ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് വർഗീയ കലാപമുണ്ടാക്കിക്കൊണ്ട് പാകിസ്ഥാനെ പോലെ തന്നെ രാജ്യത്ത് ആഭ്യന്തര കലാപമുണ്ടാക്കാൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഏകോദര സഹോദരങ്ങളായി ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സർവവിധ ജാതി മതസ്ഥരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അതിർത്തികളിൽ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അന്തിയുറങ്ങുമ്പോൾ, നമ്മൾ സുഷുപ്തിയിൽ ആണ്ടു കിടക്കുമ്പോൾ നമുക്ക് സംരക്ഷണം നൽകാൻ, ജീവന് സംരക്ഷണം നൽകാൻ, രാജ്യത്തിന് സംരക്ഷണം നൽകാൻ ജീവൻ ത്യജിച്ചുകൊണ്ട് കാവൽ നിന്ന നമ്മുടെ ധീര സൈനികർക്ക് ഈ രാജ്യത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് 4 ദിവസം കൊണ്ട് ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള 100 കണക്കിന് വരുന്ന 1000 കണക്കിന് വരുന്ന മിസൈലുകളെ ഭാരതത്തിന്റെ അതിർത്തിയിൽ വെച്ച് അവരുടെ ഭൂമിയിൽ തന്നെ ചാമ്പലാക്കിക്കൊണ്ട് അതിവിദഗ്ധ സാങ്കേതിക വിദ്യയുടെ വളരെ വലിയ പ്രയോജനം ഉൾപ്പെടുത്തിക്കൊണ്ട് മേക്ക് ഇൻ ഇന്ത്യയിലൂടെ, നയതന്ത്ര ബന്ധങ്ങളിലൂടെ രാജ്യത്തെ, ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും, തുർക്കി ഒഴികെയുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും പിന്തുണ നേടിക്കൊണ്ട് നയതന്ത്ര രംഗത്തും സൈനിക രംഗത്തും നടപടി രംഗത്തും അത്യുജ്വലമായ വിജയമാണ് നയതന്ത്ര രംഗത്ത്, സൈനിക രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഒരു 2 ആണവ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് നടന്നത്. 2 ആണവ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ കേവലം 4 ദിവസം കൊണ്ട് നമ്മുടെ ശത്രു സൈന്യത്തിന്റെ ജനറൽ, അതിന് മേധാവിക്ക് ഇന്ത്യൻ സൈന്യ മേധാവിയുമായി അടിയറ വെച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കേണപേക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ യുദ്ധത്തെ നയിക്കാൻ നമ്മുടെ ജവാന്മാർക്ക് കഴിഞ്ഞു. നങ്കൂരമിട്ട നാവികസേന, ഇന്ത്യൻ അതിർത്തികളിൽ അണിനിരുന്ന കരസേന, ഈ 2 സേനയും ഭാരതത്തിന്റെ അതിർത്തിയിൽ സജ്ജമാക്കി നിർത്തിക്കൊണ്ട് ആകാശമാർഗെ ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിലുള്ള തീവ്രവാദി ക്യാമ്പുകൾ 9 ഒരു സിവിലിയനെ പോലും അപായപ്പെടുത്താതെ, ഒരു കുഞ്ഞിനെ പോലും അപായപ്പെടുത്താതെ, മറ്റപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാതെ, സൈനികരെ വധിക്കാതെ 9 തീവ്രവാദി കേന്ദ്രങ്ങളാണ് നമ്മുടെ സൈന്യം. നമുക്കറിയാം, നമ്മള് മുംബൈ ഭീകരാക്രമണത്തിന്റെ റാണയടക്കമുള്ളവരെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ഡൽഹിയിലെ പോലീസിന്റെ കസ്റ്റഡിയിൽ, NIA കസ്റ്റഡിയിലുള്ള കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ കടന്നുകയറിയ ഭീകരവാദം, ആ ഭീകരവാദത്തെ ചെറുക്കുന്നതിന് വേണ്ടി ശക്തമായ നടപടിയാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സർവ്വസൈനാധിപനായ രാഷ്ട്രപതിയും അതിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ ഭരണകൂടത്തിനും കര, നാവിക സേനകൾക്ക്, വ്യോമസേനകൾക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ പട്ടാളക്കാർക്കും, ജമ്മു കാശ്മീരിലെ പോലീസുകാർക്കും, ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ളവർ ധീര സൈനികർക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി രംഗത്തിറങ്ങി. ഈ രാജ്യത്തിന്റെ മതേതരം തകർക്കാൻ ഹിന്ദുവും മുസൽമാനും പോരടിക്കണമെന്ന് കരുതിക്കൊണ്ട് മതം ചോദിച്ച് വെടിവെച്ച് കൊന്നപ്പോഴേക്കും ഒരു മുസൽമാന്റെ നേരിൽ പോലും ഒരു ചെറിയ ചലനം സൃഷ്ടിക്കാൻ ഇന്ത്യയിലെ ജനത ശ്രമിച്ചില്ല. അതുകൊണ്ട് ഭാരതത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ, അതിനെ തകർക്കാൻ ആർക്കും അനുവദിക്കുകയില്ല എന്നാണ് നമ്മൾ നൽകുന്ന സന്ദേശം. അതുകൊണ്ട് സ്വാഭിമാന യാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, നേതൃത്വം കൊടുത്തവർക്കും, ഇന്ത്യൻ പട്ടാളത്തിനും
അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.